സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാൻ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഗവർണർക്കെതിരായിട്ട് വന്ന 9 ഹൈക്കോടതി, സുപ്രീം കോടതി പരാമർശങ്ങളും വിധിയുമാണ് ഉണ്ടായിരുന്നത്. കാവ്യവൽക്കരണത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഏറ്റെടുക്കുന്നതിന് സർവീസ് സംഘിന്റെ ഓഫീസിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നമസ്കരിച്ച് ചാർജ് എടുക്കാൻ വന്ന വൈസ് ചാൻസലറുടെ ചിത്രം ഇപ്പോൾ ഗോൾവാൾക്കറുടെ മുമ്പിൽ പോയി നമസ്കരിച്ച് യാതൊരു മാനസിക പ്രയാസവുമില്ലാതെ ചാർജ് എടുക്കുകയാണ്. ഒരു മതനിരപേക്ഷ സമൂഹത്തിന്റെ ഭരണഘടനാപരമായിട്ട് ഇപ്പോഴും വളരെ പ്രസക്തമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഭരണഘടനയുടെ പ്രിയാമ്പിളിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തല്ലി തകർക്കുന്നതിനു വേണ്ടി മതരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ടേക്ക് വെക്കുന്ന ഗോൾവാൾക്കറുടെ മുന്നിൽ പോയി നമസ്കരിച്ചിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന സർവകലാശാല വൈസ് ചാൻസലറുടെ ഒരു മനോനില എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ ഈ കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം ബോധ്യമായിട്ടുള്ളതാണ്. അതുതന്നെയാണ് RSSും സംഘപരിവാർ വിഭാഗവും കാവ്യവൽക്കരണത്തിന് വേണ്ടി ഗവർണറെ ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഗവർണറുടെ ഈ നടപടിയെ സംബന്ധിച്ച് UDFകാരുടെ നിലപാടെന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. ആദ്യം UDFകാരെയായിരുന്നു ചില സംഘപരിവാർ വിഭാഗത്തോടൊപ്പം ഇത്തരം പോസ്റ്റുകളിൽ ഗവർണർ നിയമിച്ചിരുന്നത്. അങ്ങനെ നിയമിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. കാരണം ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നവരെയും പുരോഗമന സമീപനങ്ങൾ ഉൾക്കൊള്ളുന്നവരെയും ഒഴിവാക്കി RSകാരെ മാത്രമല്ല ഞങ്ങളെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു പരിലാളന ലഭിക്കുന്നു എന്നതായിരുന്നു UDFന്റെ ധാരണ. ആ ധാരണ ഇപ്പോഴും അവർക്കുണ്ടോ? ഈ നിലപാടിനോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് തീർച്ചയായിട്ടും വ്യക്തമാക്കണമെന്ന് തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഗവർണർ നടത്തുന്ന ഈ നടപടികളെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും അതുപോലെ തന്നെ കോളേജുകളും കോളേജിലെ ഓരോ വിദ്യാർത്ഥിയും അധ്യാപകരും ജീവനക്കാരനും എല്ലാം മതനിരപേക്ഷ ഇന്ത്യയോട് താൽപര്യമുള്ള മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇത് കേവലമായ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു പോയിട്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. തുടർച്ചയായ ഈ കാവ്യവൽക്കരണത്തിനെതിരായ ഇന്ത്യയുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആശയപ്രചരണങ്ങളും കേരളത്തിലുടനീളം ക്യാമ്പസുകൾ മാത്രമല്ല ഓരോ വിദ്യാർത്ഥിയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംഘടിപ്പിക്കാനാവേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. 3 ഉപതെരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാനത്ത് നടന്നത്. വലതുപക്ഷ മാധ്യമങ്ങളുടെ ശക്തിയായ പ്രചരണവും സർക്കാരിനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന ജനവിരുദ്ധ കേന്ദ്ര നിലപാടും അതിനോടൊപ്പം നിൽക്കുന്ന UDFന്റെ സമീപനവും എല്ലാം ചേർന്ന് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് UDF ചേലക്കരയിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ തങ്ങൾ വിജയിക്കുമെന്ന് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ കെ സി വേണുഗോപാലും വി ഡി സതീശനുമെല്ലാം ചേലക്കരയിലെ ഈ രാഷ്ട്രീയ പോരാട്ടത്തെയാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും എല്ലാ അർത്ഥത്തിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം അത് ഏകോപിച്ചുകൊണ്ടുള്ള അവരുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളാകെ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഈ വലതുപക്ഷത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് നല്ല വിജയം നേടുന്ന ആവേശകരമായ ഒരു ചിത്രമാണ് ചേലക്കരയിൽ ഉണ്ടായത്. ശക്തിയായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നായിരുന്നു ഊർഷ്വ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളുമെല്ലാം കാണുകയും വിലയിരുത്തുകയും ചെയ്തത്. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ LDFന്റെ വോട്ട് വർദ്ധിപ്പിക്കാനായതും സ്വാഭാവികമായി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പോടുകൂടി കണ്ട പുതിയ ഒരു കാഴ്ച മതധ്രുവീകരണത്തിൻ്റെതാണ്. മതധ്രുവീകരണം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ RSS സംഘപരിവാർ വിഭാഗത്തിന്റെ ഗവർണർക്കെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങളാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്. RSS കാവ്യവൽക്കരണത്തിന് വേണ്ടി ഗവർണറെ ഉപയോഗിക്കുന്നു. ഗവർണറുടെ വൈസ് ചാൻസലർ നിയമനത്തിലെ നടപടിയെ ചോദ്യം ചെയ്യുകയാണ്. ഗവർണറുടെ നടപടി സംബന്ധിച്ച് UDF എന്തുകൊണ്ടാണ് നിലപാട് പറയാത്തത് എന്നും ചോദിക്കുന്നു. ഗോൾവർക്കറുടെ മുമ്പിൽ പോയി നമസ്കരിച്ചാണ് ഒരു VC ചാർജ് എടുത്തത് എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ചേലക്കരയിലെ UDFന്റെ പരാജയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്.